നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി വെച്ചിട്ടാണെങ്കിൽ എപ്പോഴേ നമ്മളെ ചവിട്ടി പുറത്തേക്ക് അതെ അതെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം പെരുമാറുക, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കണം എന്നെ റൊമാൻറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ സന്ദീപിന്റെ യഥാർത്ഥ ഫേസ് അല്ല ആ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മളതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു ചീറ്റിംഗ് അല്ലേ? അപ്പൊ നീ എന്താ പറയുക, കരുതിക്കൂട്ടി ചെയ്യുന്നൊരു കാര്യമല്ല. ഒരേപോലെ അല്ലല്ലോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ പെരുമാറുന്നത്, നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന പല രീതിയിലാണല്ലോ. ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ. പിന്നെ കുറേ ആളുകൾക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം പിക്ക് ചെയ്യാൻ പേടിയാണ്. പിക്ക് ചെയ്യുന്ന എല്ലാ റിലേഷൻഷിപ്പും എല്ലാ പാർട്ട്ണർഷിപ്പും വർക്ക് ആവണമെന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് റിലേഷൻഷിപ്പ് തന്നെയാണ്. ചില ബന്ധങ്ങൾ നമ്മളെ വളർത്തും, ചിലത് നമ്മളെ തകർക്കും, ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും. ഇന്ന് പലരും ബ്രേക്കപ്പ്, ട്രസ്റ്റ് ഇഷ്യൂ, ഇമോഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും കൂട്ടുകാരോട് പറയാത്ത കാര്യങ്ങൾ പോലും കൗൺസിലിങ്ങിലും കൗൺസിലറോടും സംസാരിക്കാറുണ്ട്. അത്തരം നിരവധി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നേരിട്ട് കണ്ടും അവരുടെ ഇമോഷണൽ ജേണിയിൽ ഭാഗമായിട്ടും ഹീൽ ആൻഡ് ഗ്രോ ഇന്നും പ്രവർത്തിച്ചു വരികയാണ്. ഇന്ന് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് കൂടെയുള്ളത് ഹീൽ ആൻഡ് ഗ്രോവിൻ്റെ റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സണാലിറ്റി ട്രെയിനറും കൗൺസിലറായിട്ടുള്ള റാഫി സാറാണ്. ഹായ് സർ. ഹായ്. റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളെയും നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആശങ്കയാണ്, സിംഗിളായിട്ട് ഇരിക്കുന്നതാണോ സേഫ് അതോ മാരേജ് ലൈഫാണോ? ഓക്കെ, അതിലെനിക്ക് മെയിൻ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സന്ദീപിൻ്റെ ഒരു കൺസെപ്റ്റിൽ ശരിക്കും എന്തിനാണ് കല്യാണം കഴിയുന്നത്? സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാരേജ് എന്നുള്ള കൺസെപ്റ്റ് എന്തായാലും വരും. ഇപ്പം ഞാൻ നോക്കിക്കാണുന്നത്, ഇപ്പോൾ എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടാണ് ആവശ്യം. മാരേജ് എന്ന് പറയുമ്പോൾ ഞാനൊരു പാർട്ട്ണറെ സ്വീകരിക്കുമ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കരിയർ ബിൽഡിങ്ങിനും എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ മാറ്റാനുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നതാണ് ഞാനിപ്പോൾ ഒരു മാരേജ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിന്നെ തന്നെ എക്സാമ്പിൾ ഇത് പറയാം. സന്ദീപിന് ഒരു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് സന്ദീപിനെ കെയർ ചെയ്യാൻ ഫാമിലി, പാരൻസ്, സൊസൈറ്റി അല്ലേ, നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്ക് നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറയുന്നൊരു അവസരം വരുന്നുണ്ട്. നമ്മൾ അതായത് കൗമാരൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, ചിന്താഗതികൾ മാറും. ഇതൊക്കെ മാറിയിട്ട് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്നുണ്ട്. ഈ ലോകം എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ലോകമാണ്. അവിടെ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ മാറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കുറേ സ്ട്രെസ്സുകളുണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ വരുന്ന കുറേ സ്ട്രെസ്സുകൾ, ഇങ്ങനെ ലൈഫിൽ ഓരോ ഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള സ്ട്രെസ്സുകൾ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഹീൽ ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ട്രെസ്സിനെ ഹീൽ ചെയ്യാൻ നമുക്കൊരു സ്പേസ് വേണം. നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മളുടെ മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ പാരൻസ് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയായിരിക്കില്ല ഉണ്ടാവുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാർട്ട്ണറിനെ കണ്ടെത്തുകയാണ്. ഈ ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയിട്ട് ഇതേ പ്രശ്നമായിരിക്കും അവരും ഫേസ് ചെയ്യുന്നുണ്ടാവുക. അവർക്കും ഒരു ബാക്കപ്പ് സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കും. ഈ ഒരു രീതിയിലുള്ള പോക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, 2 പേര് ഒരേ താളത്തിൽ ഒരുമിച്ച് തുഴഞ്ഞു പോകുന്ന ഒരു തോണിയെ പോലെ. അപ്പോൾ ചില സാഹചര്യങ്ങൾ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരാൾ മാത്രം എഫേർട്ട് എടുത്തിട്ട് തൊഴിയുന്നൊരവസ്ഥ കാണാറുണ്ട്. ഒരാൾ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു, മറ്റേ ആൾ ഒരു എഫേർട്ട് കൊടുക്കുന്നില്ല. ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകും. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ കോൺസെപ്റ്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം പെരുമാറുക, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കണം എന്നെ റൊമാൻറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അതിപ്പോൾ ഒരു ആണിനായാലും പെണ്ണിനായാലും ആ കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം എത്രത്തോളം പോസിബിളാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? ഈ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന പക്ഷം എനിക്ക് തോന്നുന്നു ഈ സെലക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ സെലക്ഷൻ കൂടുതലുള്ളത് ഇപ്പോൾ സ്ത്രീകൾക്കാണ്. കാരണം പുരുഷന്മാർ എന്ന് പറയുന്നത് ഒരുപാടുണ്ടെങ്കിൽ സ്ത്രീകളുടെ അളവ് ഇപ്പോൾ കുറവാണ്. അതിൽ തന്നെ കുറേ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്താഗതികളൊക്കെ മാറ്റി കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്യണം എന്നിട്ടൊക്കെ മതി റിലേഷൻഷിപ്പ്. പിന്നെ കുറേ ആളുകൾക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം പിക്ക് ചെയ്യാൻ പേടിയാണ്, വലിയ താല്പര്യമില്ലാത്ത ആളുകൾ. സ്ത്രീകൾക്ക് തന്നെ അതിന് പല കാരണങ്ങൾ ഓരോരുത്തരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇതിൻ്റെ ഒരു ചോയ്സ് മിക്കപ്പോഴും കിട്ടാറുണ്ടോ, കുറച്ചും കൂടെ സെലക്ട് ചെയ്യാനായിട്ട് എന്ന് കരുതി ഇവർ പിക്ക് ചെയ്യുന്ന എല്ലാ റിലേഷൻഷിപ്പും എല്ലാ പാർട്ട്ണർഷിപ്പും വർക്ക് ആവണമെന്നില്ല. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേര് ഈ ഒരു കൺസെപ്റ്റ് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അതായത് ഒരു മൈൻഡിലൊരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഭാര്യ ഈ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇപ്പോഴും ആ ഒരു കൺസെപ്റ്റ് മീറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ ലൈഫ് പാർട്ണറെ കിട്ടിയിട്ടില്ല. ഐ മീൻ മാരേജ് തന്നെ ആയിട്ടില്ല. പലപ്പോഴും അങ്ങനെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ ഒരാളെ കമ്പയർ ചെയ്യാൻ? ഉറപ്പായിട്ടും. പക്ഷേ ഇവിടെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു എടുത്തുചാട്ടവും പാടില്ല. അതെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എടുത്തു ചാടി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കണം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ സെലക്ട് ചെയ്യുക? ഈ ഒരു കൺസെപ്റ്റൊക്കെ മാറ്റി നിർത്തിയാൽ പോലും എങ്ങനെയായിരിക്കും ഒരാളെ സെലക്ട് ചെയ്യുക, ഒരു പാർട്ട്ണറെ? ഓക്കെ, അത് കുറച്ച് ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാലും ഞാനതിനൊരു നല്ലൊരു ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സന്ദീപിനെ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ സന്ദീപ് ഒരു റിലേഷൻഷിപ്പ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സന്ദീപ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പെൺകുട്ടീനെ കണക്ട് ചെയ്തു, നിങ്ങൾ തമ്മിലൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. നിങ്ങൾ ആദ്യം ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഒന്ന് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സന്ദീപ് പോയിട്ട് എന്ത് ചെയ്യുന്നു, അവർ പെൺകുട്ടീനെ കാണുന്നു, പരിചയപ്പെടുന്നു. ആ കണ്ട ആ ഒരു അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്തു, സന്ദീപിനെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിക്ക് സന്ദീപിനെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്ദീപിൻ്റെ യഥാർത്ഥ ഫേസ് അല്ല ആ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. സന്ദീപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫേസ്, അതായത് ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ട് അയാൾ അപ്രോച്ച് ചെയ്തിരിക്കും. അതിന് സൈക്കോളജിയിൽ പറയുന്നത് ഒരു പേഴ്സോണ എന്നാണ്. അതായത് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഞാനൊരു പബ്ലിക് സ്പേസിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിയിൽ ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു പബ്ലിക് സ്പേസിൽ പോകുന്നുണ്ടാവുക. ഞാനൊരു വർക്ക് സ്പേസിൽ പോകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ ഞാൻ ബിൽഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സോണയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കില്ലാത്തൊരു വളരെ ഒരു ആകർഷണീയമായിട്ടുള്ളൊരു സ്വഭാവം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി അതന്നെയല്ലേ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ തന്നെ അത് തന്നെയല്ലേ. എല്ലാവരും മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക്കലി. അപ്പോൾ ഇങ്ങനെ സന്ദീപ് എന്ത് ചെയ്യുന്നു, അവരെ പരിചയപ്പെടുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് റിയൽ ഫേസ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സന്ദീപ് മുമ്പ് കണ്ട ആളെ ആയിരിക്കില്ല. അപ്പോൾ പാർട്ട്ണറും അങ്ങനെ തന്നെ, അതേപോലെ തന്നെ സന്ദീപും അങ്ങനെ തന്നെ. രണ്ടുപേരുടെയും മറ്റൊരു ഫേസ് ആയിരിക്കും റിലേഷൻഷിപ്പിൽ വരിക. അപ്പോൾ ഇത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം അത് പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതല്ല, ആ ഒരു മറകൾ കുറക്കുന്നത് നന്നായിരിക്കും. സോ അങ്ങനെ നമ്മളൊരാളെ ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ട് അയാളെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ആ ഒരു ഇൻറ്റൻഷനോടെ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ദാറ്റ് നമ്മളതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു ചീറ്റിംഗ് അല്ലേ? ഓക്കെ, ഒരിക്കലും അതൊരു ചീറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സന്ദീപിൻ്റെ തന്നെ എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ, സന്ദീപ് ഒരു കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ലോകത്തെ ഫേസ് ചെയ്യണമല്ലോ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് സന്ദീപ് എന്ത് ചെയ്യും, ഓരോ റോളുകൾ വരുമ്പോഴും ഓരോ സ്വഭാവം ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇന്നർ പേഴ്സണാലിറ്റി ഉണ്ടാവും, അതിനെ കവർ ചെയ്യുന്നൊരു പേഴ്സോണ ഉണ്ടാവും. ഈ പേഴ്സോണയാണ് മറ്റൊരാൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റുക. ഈ പേഴ്സോണ എന്ന് പറയുന്നത് നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ കവർ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ കുറെ വീക്കുകൾ ഉണ്ടാവുമല്ലോ, ഇത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കവറിങ്ങും കൂടിയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ അത് തന്നെയായിരിക്കില്ലേ, അത് നാച്ചുറലി ഒരാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നീ എന്താ പറയുക, കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ എന്താ പറയുക, യഥാർത്ഥ നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ കൂടുതൽ പ്രശ്നങ്ങളാണ് വരിക. ആളുകളെ നമ്മൾ ദുരുപയോഗപ്പെടുത്തിയേക്കാം, നമ്മളുടെ ഇമാജിൻ അതൊരു കോട്ടം സംഭവിച്ചേക്കാം. അപ്പൊ നമ്മളൊരു പേഴ്സോണ ബിൽഡ് ചെയ്യും. ഇവിടെ തന്നെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു പേഴ്സോണ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതായത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാളുടെ പേഴ്സോണയും പേഴ്സണാലിറ്റിയും ഒരു ബന്ധവും ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടായിരിക്കും. യെസ്, ആ ടോക്സിക് ആയിട്ടുള്ള അയാളുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത് പോലെ. അയാളുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള, ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള, പൊട്ടിത്തെറിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. പക്ഷേ അവർ കാണിക്കുന്ന പേഴ്സണാലിറ്റി, അവരുടെ പേഴ്സോണ എന്ന് പറയുന്നത് നമുക്ക് പിടുത്തം കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കും ഭയങ്കര കെയറിങ് ഉള്ള,
ടോക്സിക് എന്ന് പറയുന്ന ഒരു അവസ്ഥ തീരെ ഇല്ലാത്ത ഒരു പേഴ്സണാലിറ്റി ആണെന്ന് തോന്നിപ്പോവും. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ഇത് മെയിൽസിന് മാത്രമല്ല കേട്ടോ ഈ ഒരു ടോക്സിക് ബിഹേവിയർ ഉള്ളത്, ഫീമെയിൽസിനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ ഇന്റൻഷൻ ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊരാളെ കബളിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ അവിടെ നമ്മളുടെ അതൊരു ചീറ്റിംഗ് ആയിട്ട് വരും. അല്ലാത്ത പക്ഷേ നമുക്ക് നാച്ചുറലി നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സൺ ഉണ്ട്. അതൊരു മിസ്റ്റേക്ക് ഒന്നുമല്ല. അത് പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. ആക്ച്വലി നാച്ചുറലി സംഭവിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു മിസ്റ്റേക്ക് അല്ല. ഒരിക്കലും അല്ല. കാരണം നമുക്ക് എന്താ പറയാ പേഴ്സോണ ആവശ്യമാണ്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് പേഴ്സോണ വേണം. അല്ലാതെ നമ്മൾ നോർമലായിട്ട് നമ്മുടെ റോ ആയിട്ടുള്ള പേഴ്സണാലിറ്റി പലയിടത്തും ഒരേപോലെ അല്ലല്ലോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ പെരുമാറുന്നത്, നമ്മളെ പ്രസന്റ് ചെയ്യുന്ന പല രീതിയിലാണല്ലോ ഒക്കേഷൻ അനുസരിച്ചിട്ട്. യെസ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പോവുകയാണെങ്കിൽ പോലും, നമ്മൾ ഒരു ജോലിക്ക് കയറുകയാണെങ്കിലും നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി വെച്ചിട്ടാണെങ്കിൽ എപ്പോഴേ നമ്മളെ ചവിട്ടി പുറത്താക്കിയിട്ട് അല്ലേ നമ്മൾ കുറെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ സ്വഭാവത്തിലുള്ള കുറെ കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നും, ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നും. യെസ്, നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കണം, ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫേസ് ഞാൻ കീപ്പ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു ബോധ്യം ചെയ്തിട്ടുണ്ടാവും. യെസ്, ആ ഒരു ബോധ്യമാണ് എന്ത് ചെയ്യുന്നത്, എന്നെ കൺട്രോൾ ചെയ്യുന്നത്. അത് ശരിക്ക് നമുക്ക് ആവശ്യമാണ് ഈ ലോകത്ത് ജീവിക്കാൻ. അതൊരു മിസ്റ്റേക്ക് ഒന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് തുടങ്ങിയതിന് ശേഷം ആളെ അനലൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആളെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നതല്ലേ ഈ ഒരു. യെസ്. പക്ഷേ ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പ്രശ്നമാണ് വരിക. ചില ആളുകളെ നമുക്ക് പിടുത്തം കിട്ടില്ല. അതായത് ചില ആളുകൾ അവരുടെ പേഴ്സണാലിറ്റി നന്നായിട്ട് കവർ ചെയ്യാൻ പഠിച്ച ആളുകളായിരിക്കും. ഓക്കെ, ചില ആളുകൾക്ക് മോശമായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവും, നമുക്കത് പിടികിട്ടില്ല അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. അപ്പം ഇത്തരം ആളുകളെ ശ്രദ്ധിക്കുക എന്നുള്ളത് വലിയൊരു പോയിന്റാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹീൽ ആൻഡ് ഗ്രോയിൽ മെയിനായിട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് രണ്ട് കപ്പിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എടുക്കും. ഓക്കെ, ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ആ ഒരു പേഴ്സോണേൻ്റെ ഉള്ളിലുള്ള റിയൽ ആയിട്ടുള്ള നമ്മളുടെ പേഴ്സണാലിറ്റി. ഇതിലുണ്ടാവും നമ്മളുടെ നിരാശ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മൾ പറയാതെ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മളിലൊരു കുട്ടി എന്നൊക്കെ പറയില്ലേ, ഒരു ഇന്നർ ചൈൽഡ് എന്നൊക്കെ പറയും, അത് ആ ഒരു പേഴ്സണാലിറ്റിയിലുണ്ടാവും. ഇത് കിട്ടുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പേഴ്സണാലിറ്റീൻ്റെ നമ്മൾ മുമ്പിലിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണാൻ പറ്റും. അത് കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അവരെ ഗൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ യഥാർത്ഥ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നതാണ്, അപ്പോൾ നിങ്ങളിൽ നിന്ന് അതാണ് മിസ്സിങ്, അത് നിങ്ങൾ കൊടുക്കുന്ന പക്ഷം എന്ത് ചെയ്യും, അവരത് ഡീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ചില ആളുകൾക്ക് നോ പറയാൻ അറിയത്തില്ല. അത് ചില ആളുകളുടെ ബിഹേവിയറിലായിട്ടുള്ള ഒരു കുഴപ്പമാണ്. ചില ആൾക്ക് നോ പറയാൻ അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് ആൾക്ക് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഏത് രീതിക്ക് എടുക്കും എന്നുള്ളൊരു മെന്റാലിറ്റി. യെസ്, അതാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അത് തന്നെ, അത് മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ റിലേഷൻഷിപ്പിൽ ഇപ്പം ഫാമിലി പറയുന്നതും കേൾക്കണം, വൈഫ് പറയുന്നതും കേൾക്കണം, നാട്ടുകാർ പറയുന്നതും എല്ലാവരും പറയുന്നതും കേൾക്കണം. ആരെടുത്ത് ഇവർക്ക് നോ പറയാൻ അറിയില്ല അല്ലേ. ചില സിറ്റുവേഷൻസിൽ നമ്മൾ നോ പറയാൻ പഠിക്കണം. ഈ നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റ് എല്ലാവരും മുഖത്ത് നോക്കി നോ പറയാൻ എന്നുള്ളതല്ല, കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നോ പറയാൻ പഠിക്കുക. ഇങ്ങനെ നമ്മുടെ ബിഹേവിയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ, ഓപ്പോസിറ്റുള്ള പാർട്ട്നേഴ്സിനെ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഹീൽ ആൻഡ് ഗ്രോ ചെയ്യുന്നൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഡ്രാമാറ്റിക് ആവാൻ പറ്റണമെന്നില്ല. അതായത് ഒരാളുടെ റിയൽ പേഴ്സണാലിറ്റി എപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് അറിയോ? അതായത് നമ്മൾ ഇമോഷണലി ഡൗൺ ആകുന്ന മൊമെന്റ്സിൽ, നമ്മൾ സ്ട്രെസ്ഡ് ആകുന്ന സമയങ്ങളിൽ, അവിടെ നമുക്ക് ഈ സാധനം അധികം കവർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു പരിധിക്കപ്പുറം ആൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത് പുറത്തേക്ക് വരും. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇതാണ് ആ വ്യക്തി എന്നുള്ളൊരു പിക്ചർ അവർ തരുന്നുണ്ടാവും. ഓക്കെ, അത് അവിടെയും ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊന്നും ഒരിക്കലും ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ചീറ്റിംഗ് അല്ലേ? പക്ഷെ ഇതൊരു എക്സ്ട്രീം ചീറ്റിംഗ് ആണ് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓപ്പോസിറ്റുള്ള ആ വ്യക്തിക്ക് മനസ്സിൽ ഒരു ഇഷ്ടം ജനിപ്പിച്ചതിന് ശേഷം അവരുടെ ലൈഫിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് പോവാന്ന് അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കുക. ഇത് പ്രണയത്തിന്റെ ഒരു ലൂപ്പാണ്, അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയില്ല. റിലേഷൻഷിപ്പേ വേണ്ട എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊരവസ്ഥയല്ലേ അയാളുടെ. ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.